ഗർഭിണിയുടെ വയറ് കുത്തിക്കീറിയും ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കോർത്തും മനുഷ്യരെ പച്ചക്ക് ചുട്ടുകൊന്നും ഇങ്ങനെ 2002 ഗുജറാത്തിൽ നടത്തിയ ആസൂത്രിത വംശഹത്യയിലൂടെയാണ് നരേന്ദ്രമോദി രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയക്കാരനായി മാറിയത്. ഇന്നും ദുരൂഹത അവസാനിക്കാത്ത ഗോദ്ര ട്രെയിൻ തീവെപ്പിന്റെ പേരിൽ ആസൂത്രിതമായി നടത്തിയ കലാപത്തിൽ 3 ദിവസം കൊണ്ട് 2000-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അന്ന് ഭരണകൂട ഒത്താശയോടെ സംഘ് ഭീകരർ കൊന്നൊടുക്കിയ മനുഷ്യരുടെ ശരീരങ്ങളിൽ ചവിട്ടി മോദി എത്തിയത് ദേശീയ രാഷ്ട്രീയത്തിന്റെ ചുക്കാൻ പിടിക്കാനായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് ഇന്ത്യ എന്ന മതേതര ജനാധിപത്യ രാജ്യം പൂർണ്ണമായും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയ കുഴിയിലേക്ക്. 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വെറുപ്പിന്റെ ആയുധം കൈവിട്ടിട്ടില്ല മോദി. പ്രധാനമന്ത്രി പദത്തിൽ 10 വർഷം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വിദ്വേഷ പ്രചാരണത്തിനപ്പുറം ഒന്നും പറയാനില്ല എന്നതാണ് സത്യം. കഴിഞ്ഞ ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മോദി നടത്തിയ പ്രസംഗങ്ങളിൽ ഇതാണ് കാണാനാവുന്നതും. മോദി ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായി ഏശില്ലെന്നും BJPക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തിരിച്ചടിയുണ്ടാവുമെന്നും റിപ്പോർട്ടുകൾ വന്നതോടെയാണ് മോദി വീണ്ടും വിദ്വേഷ പ്രചാരണം പൊടി തട്ടിയെടുത്തത്. കൃത്യമായും മുസ്ലിം വിദ്വേഷം ആളിക്കത്തിക്കാൻ എന്നോണം ആപൽക്കരമായ പരാമർശങ്ങളുമായാണ് മോദി വേദിയിൽ നിറഞ്ഞാടിയത്. രാജസ്ഥാനിലെ ബൻസ്വാര മുതൽ മധ്യപ്രദേശിലെ ഖാർഗോൺ വരെ അക്ഷരാർത്ഥത്തിൽ വിഷം വമിക്കുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. ബൻസ്വാരയിൽ നടന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മൻമോഹൻ സിംഗിന്റെ പഴയ പ്രസംഗം പൊടി തട്ടിയെടുത്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രകടനം. മുൻ പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ വളച്ചൊടിച്ചതിനു പുറമെ കോൺഗ്രസ് പ്രകടന പത്രികയുടെ പേരിൽ കള്ളങ്ങൾ എഴുന്നള്ളിക്കുകയും ചെയ്തു മോദി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർക്കും നൽകുമെന്നായിരുന്നു മോദിയുടെ മുന്നറിയിപ്പ്. രാജ്യത്തെ സമ്പത്തിന്റെ ആദ്യാവകാശികൾ മുസ്ലിങ്ങളാണെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞതെന്നായിരുന്നു മോദിയുടെ പരാമർശം. രാജ്യത്തെ സ്ത്രീകളുടെ താലിമാല വരെ കണക്കെടുത്ത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലുണ്ടെന്നും മോദി കള്ളം പറഞ്ഞു. അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പാദ്യമെല്ലാം നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉള്ളവർക്കും നൽകണോ എന്ന് ആൾക്കൂട്ടത്തോട് ചോദ്യമെറിയുകയും ചെയ്തു മോദി. സമൂഹത്തിലെ ദുർബല പിന്നാക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ രാജ്യത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക എന്ന സദ്ഭാവനയോടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് 2006 നടത്തിയ പരാമർശങ്ങളാണ് മോദി വളച്ചൊടിച്ചത്. മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് അന്നും ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രധാന പ്രതിപക്ഷമായിരുന്ന BJPയും വിവാദമാക്കിയിരുന്നു. മുസ്ലിങ്ങൾ രാജ്യത്തെ സമ്പത്തിന്റെ ആദ്യാവകാശികളെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞെന്നായിരുന്നു പ്രചാരണം. ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള BJP ശ്രമം തിരിച്ചറിഞ്ഞ് അന്നുതന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ വിശദീകരണവും നൽകിയിരുന്നു. രാജ്യം ചരിത്രത്തിലെ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണെന്നും നയിക്കുന്നത് വോട്ട് ജിഹാദാണോ രാമരാജ്യമാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം ഖാർഗോണിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. അവരുടെ വംശം നിലനിർത്താൻ സഖ്യം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ ജിഹാദ് ആസൂത്രണം ചെയ്യുമ്പോൾ ഇവിടെ കോൺഗ്രസ് മോദിക്കെതിരെ വോട്ട് ജിഹാദിന് ആസൂത്രണം ചെയ്യുന്നു. അതായത് പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരോട് ഒറ്റക്കെട്ടായി നിന്ന് മോദിക്കെതിരെ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഇത് മനസ്സിലാകണമെങ്കിൽ കഴിഞ്ഞ വർഷക്കാലങ്ങളായി കോൺഗ്രസിൽ നേതാക്കളായി തുടർന്നിരുന്ന ഇന്ന് പാർട്ടി വിടുന്ന നേതാക്കളുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതിയാകുമെന്നും മോദി പറഞ്ഞു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം മുതൽ വിദ്വേഷ പ്രചാരണം തന്നെയാണ് മോദിയുടെ പ്രധാന ആയുധം. ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യയ്ക്ക് പിന്നാലെ ആ മുറിവിൽ ഉപ്പു പുരട്ടുന്ന നിലപാടായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന മോദി സ്വീകരിച്ചത്. കലാപാനന്തരം മോദി നടത്തിയ ഗൗരവയാത്രയിൽ ഉയർന്നു കേട്ടത് പലപ്പോഴും വിദ്വേഷ പ്രസംഗങ്ങളായിരുന്നു. മുസ്ലിം സമുദായത്തിനെതിരെ വെറുപ്പുൽപാദിപ്പിക്കാൻ മാത്രം ശേഷിയുള്ളതായിരുന്നു അതെല്ലാം. 2013 റോയിറ്റേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളെക്കുറിച്ച് മോദി നടത്തിയ പരാമർശവും വലിയ വിവാദമായിരുന്നു. കലാപത്തിൽ താങ്കൾക്ക് വേദനയില്ലേ എന്ന് ചോദിച്ചപ്പോൾ താൻ യാത്ര ചെയ്യുന്ന കാറിനടിയിൽ ഒരു പട്ടിക്കുട്ടി കുടുങ്ങിയാലും തനിക്ക് വേദനിക്കുമെന്നായിരുന്നു മോദിയുടെ മറുപടി.
വീടും നാടും ഉറ്റവരും നഷ്ടമായ മുസ്ലിങ്ങൾക്ക് ആവശ്യത്തിന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാത്തത് വലിയ തരത്തിൽ വിമർശനവും ചർച്ചയുമായപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മുസ്ലിങ്ങൾക്കായി ദുരിതാശ്വാസ ക്യാമ്പുകൾ നടത്തണോ, കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ തുറക്കണോ എന്നായിരുന്നു മോദി ചോദിച്ചത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധം അലയടിച്ചപ്പോൾ അതിനെയും മുസ്ലിം വിരുദ്ധമാക്കി തിരിച്ചടിക്കാനാണ് മോദി ശ്രമിച്ചത്. സമരക്കാരെ അവരുടെ വസ്ത്രം നോക്കി തിരിച്ചറിയാമെന്നാണ് അന്ന് മോദി പറഞ്ഞത്. കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനമാണ് അന്ന് മോദി ഉന്നയിച്ചത്. പാകിസ്ഥാനികൾ ഏറെ കാലമായി ചെയ്യുന്നതാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നും മോദി പറഞ്ഞിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയപ്പോഴും വിദ്വേഷ പ്രചാരണവുമായി മോദി രംഗത്തെത്തി. ഹിന്ദുക്കളെ ഭയന്നിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട് തെരഞ്ഞെടുത്തത്. ഹിന്ദു ഭൂരിപക്ഷ സീറ്റുകളിൽ മത്സരിക്കാൻ രാഹുലിന് പേടിയാണ്. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ ന്യൂനപക്ഷമായ സീറ്റുകൾ കണ്ടുപിടിച്ച് മത്സരിക്കുന്നതെന്നായിരുന്നു പരാമർശം. ഇന്ത്യയിലെ വിദ്വേഷ പ്രസംഗങ്ങളുടെ വർധനവിനെ കുറിച്ച് 2023 പുറത്തുവന്ന ഹിന്ദുത്വ വാച്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയും അനുബന്ധ കക്ഷികളുമാണെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. 2014 മോദി അധികാരത്തിൽ വന്ന ശേഷം മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ വ്യാപകമായെന്നും ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പ്രസംഗിച്ചവരിൽ മുഖ്യമന്ത്രിമാരും നിയമസഭാംഗങ്ങളും BJPയിലെ മുതിർന്ന നേതാക്കളും ഉണ്ടായിരുന്നു. നടപടിയെടുക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥർ പോലും പലപ്പോഴും വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായി. പ്രധാനമന്ത്രി തന്നെയാണ് ഇത്തരം വെറുപ്പിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നതാണ് മതേതര ജനാധിപത്യ ഇന്ത്യയുടെ ലോകത്തിനു മുന്നിലുള്ള ഇപ്പോഴത്തെ ചിത്രം.